ഇടുക്കി ഡാം നിർമ്മിച്ചിട്ട് അരനൂറ്റാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. കുറവൻകുറത്തി മലകളെ ബന്ധിപ്പിച്ച് ഡാം നിർമ്മിക്കുന്നതിന് മുമ്പ് ആ പ്രദേശം എങ്ങനെയായിരുന്നു? നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങളും നിർമ്മാണ രീതികളും നമുക്ക് അപരിചിതമാണ്. ഇതിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ ചിത്രങ്ങൾ. അരനൂറ്റാണ്ടു മുമ്പ് മൂലമറ്റം ചോഴിയാറ്റിൽ CP സാം പകർത്തിയ ചിത്രങ്ങളാണിത്. വൈദ്യുതി ബോർഡിന്റെ ചരിത്രത്തിലെ ഏക ഫോട്ടോഗ്രാഫറായിരുന്നു സാം. 1986 സാം ജോലിയിൽ നിന്ന് വിരമിച്ചു. ഇതോടെ ഈ തസ്തികയും ഇല്ലാതായി. പിന്നീട് ജയ സ്റ്റുഡിയോ ആരംഭിച്ചു. ഇന്നത്തെ പോലെ ഫോട്ടോകൾ സൂക്ഷിച്ചു വയ്ക്കാൻ സംവിധാനം ഒന്നുമില്ലാത്ത കാലത്താണ് തന്റെ ജയ സ്റ്റുഡിയോയിലെ ഫയൽ കോപ്പികളിൽ ഈ ചിത്രങ്ങളും സാം ക്രമീകരിച്ചു വച്ചിരിക്കുന്നത്. 2003 സാം ഈ ലോകത്തോട് വിട പറഞ്ഞു. ശേഷം സ്റ്റുഡിയോയുടെ നടത്തിപ്പ് മക്കളായ ജോജിയും ചേട്ടൻ ജയനുമായി. ഇവരും ഈ ചരിത്രത്തിന്റെ കാവൽക്കാരായി. പെരിങ്ങൽകുത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടുക്കി ഡാമിൻ്റെ സൈറ്റിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നത്. 1957 ആദ്യമേ കുറവനും കുറത്തേടിയും ഫോട്ടോ എടുത്തേക്കുന്നത്. അന്ന് ഒരു ഫോട്ടോ അവിടെ പോയി എടുത്ത് ഇവിടെ മൂലമറ്റം വന്ന് ഡാർക്കുമ്മി വന്നത് ഫിലിം കഴുകി ഉണങ്ങി കഴിഞ്ഞെങ്കിലേ അപ്പത്തിന് സമാധാനം ഉണ്ടാവുള്ളൂ. എടുത്ത റിസൾട്ടും കാര്യങ്ങളൊക്കെ. ഇടുക്കി ഡാമിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി തയ്യാറാക്കിയ സുവനീറിൽ ഈ ചിത്രങ്ങളുണ്ട്. പലരും കൗതുകത്തോടെ കാണുന്ന ഇടുക്കി ഡാമിന്റെ ചരിത്രത്തിലേക്ക് തുറന്നുവെച്ച കണ്ണുകളാണ് ഈ കാഴ്ചകളെല്ലാം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ജെയിനസ് രാജു നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ. ജെയിൻ ഒരു ഇടുക്കിക്കാരനാണ്, ഇടുക്കിയിൽ കാലങ്ങളായി ജോലി ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഈ വലിയ നിർമ്മിതികളൊക്കെ കാണുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ, ഇതൊക്കെ വരുന്നതിന് മുൻപ് ഈ പ്രദേശമൊക്കെ എങ്ങനെയായിരിക്കും എന്നത് കൗതുകത്തോടെ നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇടുക്കി ഡാം എന്ന് പറയുമ്പോൾ അങ്ങനെ പരന്നു കിടക്കുന്ന ഒരു ഡാം, അവിടെ അത് വരുന്നതിന് മുൻപ് ആ പ്രദേശം എങ്ങനെയായിരുന്നു എന്നതൊക്കെ സ്വാഭാവികമായി ഒരു ഇടുക്കിക്കാരന് അറിയാനുള്ള ഒരു കൗതുകമൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അവിടെ ചെന്നാൽ, ആ ജയ സ്റ്റുഡിയോയിൽ ചെന്നാൽ ആ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കാണാൻ പറ്റുമെന്നതാണ് മറ്റൊരു കാര്യം. സന്ധ്യ, പലപ്പോഴും ഇടുക്കി ഡാം കാണുമ്പോൾ തോന്നുന്ന ഒരു ചോദ്യമാണ്, ഈ വെള്ളം പിടിക്കുന്നതിന് മുമ്പ്, അതായത് ഡാം നിർമ്മിക്കുന്നതിന് മുമ്പ് ഈ പ്രദേശമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്കറിയാം, ഇടുക്കി ഡാം ജലാശയം എന്ന് പറയുന്നത് വളരെ വിശാലമായി പരന്നു കിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും വെള്ളം നിറച്ചപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ വെള്ളത്തിന്റെ അടിയിലായി പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈരമണി എന്ന് പറയുന്ന ഒരു ഗ്രാമം തന്നെ ഉണ്ടായിരുന്നു, അത് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. പലപ്പോഴും ഇപ്പോൾ ജലനിരപ്പ് കുറയുമ്പോൾ ആ പ്രദേശത്ത്, ആ ഗ്രാമത്തിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് അത് വാർത്ത ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഒക്കെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളും നമുക്ക് പൂർവ്വസ്ഥിതിയിൽ കാണാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ്. കാരണം നമുക്ക് ഇപ്പൊ പ്രധാനമായി പറയുകയാണെങ്കിൽ കുറവൻകുറത്തി മല, ആ രണ്ട് മലകൾക്കിടയിലാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതിന് ഇടയിലൂടെ, ആ മലകൾക്കിടയിലൂടെ പെരിയാർ ഒഴുകിയിരുന്ന ഒരു കാലമുണ്ട്. അപ്പം ഇത്തരം കാഴ്ചകൾ നമുക്ക് ഇനി ഒരുപക്ഷെ കാണാൻ കഴിയാത്ത കാഴ്ചകൾ, അതാണ് CP സാമിന്റെ ഈ ചിത്രങ്ങളിൽ ഉള്ളത്. അരനൂറ്റാണ്ട് മുമ്പ് മുതൽ പകർത്തിയ ചിത്രമാണ്. KSEBിയിലെ ഏക ഫോട്ടോഗ്രാഫറായിരുന്നു. അതിനുശേഷമോ അതിനു മുമ്പോ മറ്റൊരു ഫോട്ടോഗ്രാഫറുടെ തസ്തിക ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ KSEBിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഡാമുകളെല്ലാം ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2003 അദ്ദേഹം മരിച്ചു. ശേഷം അദ്ദേഹത്തിന്റെ മക്കളാണിപ്പോൾ സ്റ്റുഡിയോയും ഈ ചിത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത്. പ്രധാനമായും ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ട്, ആ അണക്കെട്ടിന്റെ നിർമ്മാണം എങ്ങനെയായിരുന്നു, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയൊന്നും ഇത്രത്തോളം മുന്നോട്ട് പോകാത്ത ഒരു കാലത്ത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു നിർമ്മിതി നടത്തിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലേക്കുള്ള ഒരു സൂചനകൾ, അല്ലെങ്കിൽ അത്തരം കാഴ്ചകളാണ് ഈ ചിത്രങ്ങളിലുള്ളത്. ചരിത്രത്തിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ ഇനി ഒരിക്കലും നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ്. അരനൂറ്റാണ്ട് ഈ ചിത്രങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെച്ചു. പ്രത്യേകിച്ച് സാമിനൊരു ശീലമുണ്ടായിരുന്നു, അദ്ദേഹം എടുക്കുന്ന ചിത്രങ്ങൾ, ആ ചിത്രത്തിന്റെ പുറകിൽ ആ ചിത്രം എടുത്ത തീയതിയും വർഷവും രേഖപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മക്കൾക്ക് പെട്ടെന്ന് ഇതിന്റെ ഓരോന്നും ക്രമീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ പുതിയ തലമുറയ്ക്ക് പഴയകാലം കാണാൻ കഴിയും അല്ലെ. ഈ ഇടുക്കി ഡാം വരുന്നതിന് മുൻപ് ആ പ്രദേശം എങ്ങനെയായിരുന്നു എന്നതൊക്കെ പുതുതലമുറക്ക് കാണണം എന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡിയോയിലേക്ക് പോയാൽ മതി. ശരിക്കും ചരിത്രം ഉറങ്ങുന്ന ഒരു സ്റ്റുഡിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. സാം സാറിന്റെ മകൻ ജോജിയാണ് ഇപ്പോൾ അവിടെ ആ ചിത്രങ്ങളൊക്കെ ഒരു നിധി പോലെ സൂക്ഷിക്കുന്നത്. ജെയിനാണ് കൂടുതൽ വിശേഷങ്ങൾ നമ്മളോട് പറഞ്ഞത്. ശരി.